ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിബന്ധനകളിൽ ഇളവുകളൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന് കേരള ഹൈക്കോടതി. നിലവിൽ രാജവാഴ്ചയല്ല എന്നും രാജാവിന്റെ കാലം മുതൽ എഴുന്നള്ളിപ്പ് നടക്കുന്നുവെന്ന പേരിൽ ഇളവുകൾ അനുവദിക്കില്ല എന്നും കോടതി പറഞ്ഞു. രാജാവിന്റെ കാലം മുതൽ നടക്കുന്നുവെന്നതിന്റെ പേരിൽ ഇളവ് അനുവദിക്കാനാകുമോ? രാജവാഴ്ച അവസാനിച്ചു. ഇപ്പോൾ ജനാധിപത്യമാണ്. നിയമവാഴ്ചയാണ് നിലനിൽക്കുന്നത്. അതിനാൽ നിലവിലുള്ള നിയമത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയൂ. അനിവാര്യമായ മതാചാരങ്ങൾ മാത്രമേ അനുവദിക്കാൻ കഴിയൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ദേവസ്വങ്ങൾ പിടിവാശി കളയണമെന്ന് പറഞ്ഞ കോടതി പുറത്തിറക്കിയ മാർഗരേഖ നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. എഴുന്നള്ളിപ്പിൽ രണ്ടാനകൾക്കിടയിൽ 3 മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണമെന്ന മാർഗനിർദ്ദേശത്തിൽ ഇളവ് വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. തൃപ്പൂണിത്തുറ ക്ഷേത്ര കലോത്സവത്തിനടക്കം ദൂരപരിധിയിൽ ഇളവ് വേണമെന്ന ആവശ്യത്തിൽ ആന തമ്മിലുള്ള അകലം ഒഴിവാക്കാൻ കഴിയില്ല എന്നും 3 മീറ്റർ ദൂരപരിധി വേണമെന്നും കോടതി വ്യക്തമാക്കി. രാജവാഴ്ചയുടെ കാലത്തുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ആളുകൾ നിലവിൽ പൂരത്തിനുണ്ട് എന്നും ആനകൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് എന്നും എഴുന്നള്ളത്ത് മാർഗരേഖകൾ പാലിച്ചേ മതിയാവൂ എന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.